കുറിച്ചാൽ അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയമാണ്. അതുകൊണ്ട് എന്താ സമസ്തന്റെ ആശയം എന്ന് ചോദിക്കേണ്ട. സമസ്ത കേവലം ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള സംഘടനാ വേദി മാത്രമാണ്. സലഫി പ്രസ്ഥാനം എന്ന് പറയുന്ന വഹാബി സംഘടന ഇതിനൊക്കെ സ്വന്തം ആശയം ഉണ്ടാക്കിയവരാണ്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് അവർക്ക് പിൽക്കാലത്ത് വ്യതിചലിക്കേണ്ടി വന്നു. വഹാബി സംഘടന തൗഹീദിനെ പറഞ്ഞതും ഇബാദത്തിനെ പറഞ്ഞതുമായ നിർവചനം അല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദൃശ്യമാർഗത്തിലൂടെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ വിശ്വാസികൾക്ക് പാടില്ല എന്ന ഇബാദത്തിന്റെ നിർവചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞത് അള്ളാഹു അല്ലാത്ത അദൃശ്യ ശക്തികളോട് ചോദിക്കുന്നത് പ്രാർത്ഥനയാകും, അത് അള്ളാഹുവോട് അല്ലാത്തത് കൊണ്ട് അത് ശിർക്കാകും എന്നാണ്. അതിനവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയ തന്ത്രമാണ് അദൃശ്യമാർഗേണ കാര്യങ്ങൾ ചോദിക്കുക എന്നത്. ആ ആശയം ലോകത്ത് പ്രചരിപ്പിച്ചത് സലഫികളാണ്, വഹാബികളാണ്. പക്ഷെ പിൽക്കാലത്ത് സലഫികൾക്ക് അതുകൊണ്ട് പിറകോട്ട് പോകേണ്ടി വന്നു. അതാണ് 8 പൊട്ടി തകർന്നുകൊണ്ടിരിക്കുന്നത്. 8 ഗ്രൂപ്പായി മുജാഹിദ് മാറിയത് തൗഹീദിന്റെ നിർവചനത്തിൽ വന്ന അവിജാത്യ വ്യത്യാസങ്ങളാണ്. അദൃശ്യമായ ശക്തികളാണ് ജിന്ന്, പിശാച്. അദൃശ്യ ശക്തികളോട് ചോദിക്കാൻ, അഭൗതിക ശക്തികളോട് ചോദിക്കാൻ പാടില്ല എന്ന പണ്ടത്തെ ഞങ്ങളുടെ നിലപാട് തെറ്റാണ്. ജിന്ന് അദൃശ്യമാണ്, പിശാച് അദൃശ്യമാണ്. അതുകൊണ്ട് ജിന്നിനോട് ചോദിക്കാം, പിശാചിന്റെ ശല്യങ്ങൾ ഉണ്ടാവാം, അതിനെ തടുക്കാൻ വേണ്ടി ഏലസ് കെട്ടുകയും ഉറുക്ക് മന്ത്രിക്കുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ട് നാളിതുവരെ സലഫികൾ പറഞ്ഞു വന്നിട്ടുള്ള തൗഹീദിന്റെ നിർവചനം അവർ തിരുത്തി. അങ്ങനെ തിരുത്തണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ പിടിച്ച് ഇപ്പോഴും നിൽക്കാൻ ശ്രമിക്കുന്നു. സംഘടന തന്നെ വിദഗ്ധത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ പാടെ പൊളിച്ചെഴുതുന്ന വേറെ ചില സംഘടന. അദൃശ്യമാർഗത്തിൽ ശക്തികൾ ഉണ്ടെങ്കിലും ചോദിക്കണ്ട എന്ന വേറെ ചില സംഘടന. 8 വിഭാഗമായി സലഫി കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ വിഭജിക്കാനുള്ള കാരണം അവർ നാളിതുവരെ പറഞ്ഞ അടിസ്ഥാന ആശയത്തിൽ സംഭവിച്ച വ്യത്യാസങ്ങളാണ്. സമസ്തക്ക് അങ്ങനെ ഒരു അടിസ്ഥാന ആശയത്തിൽ വ്യത്യാസങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ബേസിക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ചേർത്ത് വെച്ച് റസൂലുള്ള പറഞ്ഞ മാർഗത്തിൽ മാത്രം നിലകൊണ്ട് വ്യാഖ്യാനിച്ചത് കൊണ്ട് തിരുത്തേണ്ടി വന്നിട്ടില്ല. പ്രചരിപ്പിക്കുമ്പോൾ അടിസ്ഥാനമായി ഖുർആനും സുന്നത്തും എന്നും ഉണ്ടാവും. സലഫികൾ ഖുർആനും സുന്നത്തും പറയുന്നു എന്നല്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനപരമായ ഈ ആശയത്തിന് അവരവരുടെ ഭാഷയിൽ നിർവചനം കണ്ടവരായതുകൊണ്ട് കാലഹരണപ്പെട്ടു പോകുന്നു നിർവചനം. അതുകൊണ്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, വിഭാഗ്യതകൾ ഉണ്ടാകുന്നു, ചേരുതിരിവുകൾ ഉണ്ടാകുന്നു. സുന്നികൾ പല വ്യത്യാസ സംഘടനകളാണ്. സമസ്ത, കാന്തപുരം, ഇങ്ങനെ വ്യത്യസ്ത സംഘടനകളാണ്. പക്ഷെ ഈ സംഘടനകൾ മൂന്നും അടിസ്ഥാനപരമായ തൗഹീദിന്റെയോ ശിർക്കിന് കൊടുത്ത നിർവചനത്തിന്റെയോ ഇബാദത്തിന് പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനത്തിന്റെയോ കാര്യത്തിൽ ഇന്ന് വരെ ഭിന്നിച്ചിട്ടില്ല, വ്യത്യസ്ത തലത്തിലേക്ക് പോയിട്ടില്ല. മറ്റു പല കാര്യങ്ങളിലുമാണ് സംഘടനാപരമായ പാർശ്വവൽക്കരണങ്ങളും സംഘടനാപരമായ വ്യത്യാസങ്ങളും ഉള്ളത്. അടിസ്ഥാന ആശയത്തിൽ ഇന്ന് വരെ സുന്നികൾക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഖുർആനെ വ്യാഖ്യാനിച്ചത് അപ്രകാരം വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. തൗഹീദിന് സുന്നികളോ സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളോ തൗഹീദിന്റെ പുതിയ നിർവചനം നൽകിയിട്ടില്ല. അത് നൽകിയത് വഹാബിയാണ്. അതുകൊണ്ടാണ് ആ സാധുക്കൾ വ്യത്യാസത്തിൽ ഈ കാര്യത്തിൽ പോകാൻ കാരണം. തൗഹീദിന്റെ വ്യാഖ്യാനത്തെ പറ്റി ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരുന്നത് അള്ളാഹു അല്ലാത്ത ഒരു ഭരണകൂടത്തെയും സമ്മതിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ഭരണകൂടത്തെ അനുസരിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത കോടതി വിധിയെ സ്വീകരിക്കാൻ പാടില്ല,
ഭൗതികമായ കോടതി വിധിയെയും ഭൗതികമായ ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തെയും അനുസരിക്കുന്നത് ശിർക്കാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ മത്സരിക്കുന്നവരെ വോട്ട് ചെയ്യാനോ പാടില്ല. ഭൗതിക കോടതിയെ സമീപിക്കാൻ പാടില്ല. അല്ലാഹു അല്ലാത്ത ഭരണകൂടത്തിന്റെ ഭരണകോടതിയുടെ വിധിയെ അംഗീകരിക്കുന്നത് തെറ്റാൻ. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്. വിധികർത്തൃത്വം അള്ളാഹുവിന്റെ മാത്രമാണ് എന്ന ഖുർആന്റെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോടതിയെ ജമാഅത്തെ ഇസ്ലാമി വിമർശിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ജമാഅത്തെ ഇസ്ലാമി തള്ളി പറഞ്ഞു. പക്ഷെ അതേ ജമാഅത്തെ ഇസ്ലാമി കോടതിയെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അംഗീകരിച്ചു. അതേ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ജനാധിപത്യമായി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നവരെ പിന്തുണച്ചു, മൂല്യം നോക്കി വോട്ട് കൊടുത്തു, മുന്നണി വെച്ച് പഠിച്ചു കൊടുത്തു, ഒടുക്കം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അപ്പൊ തൗഹീദ് വ്യത്യസ്ത രൂപത്തിൽ വന്നു. ശിർക്കിനെ അവരുടെ അന്നത്തെ വാദം പിന്നീട് ശരിവെച്ചു. ജമാഅത്തെ ഇസ്ലാമി അടിയന്തരാവസ്ഥക്ക് മുമ്പ് പറഞ്ഞ ശിർക്ക് അടിയന്തരാവസ്ഥക്ക് ശേഷം ആ ശിർക്ക് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നു. എന്തുകൊണ്ട് ജമാഅത്തിന് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തൗഹീദിനും ശിർക്കിനും ഇബാദത്തിനും അവരുടെ കോണിൽ പുതിയ നിർവചനം ഉണ്ടാക്കിയത് കൊണ്ടാണ്. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനൊന്നും സ്വന്തം നിർവചനം പറഞ്ഞിട്ടില്ല, പ്രചരിപ്പിച്ചിട്ടേയുള്ളൂ. തൗഹീദ് എന്താ അത് പ്രചരിപ്പിച്ചു, ശിർക്ക് എന്താ അതിനെതിരെ പ്രചരിപ്പിച്ചു, ഇബാദത്ത് എന്താ അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. ഇതാണ് സമസ്ത ചെയ്ത കഴിഞ്ഞ 8.5 പതിറ്റാണ്ടിന്റെ പഴക്കത്തിലുള്ളത്. ഇത് തന്നെയാണ് മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ കേരളത്തിൽ കടന്നു വന്നപ്പോൾ കൊണ്ടുവന്നത്. അത് 15 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. 15-ാം നൂറ്റാണ്ടിലേക്ക് അതിന്റെ പഴക്കം ചെന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഖിയാമത്ത് നാൾ വരെ 15 നൂറ്റാണ്ടിന്റെ അപ്പുറത്തും ഇത് തന്നെ സമസ്തക്കും അതേപോലെ തന്നെ ഇസ്ലാം മതത്തിനും പറയാനുള്ളൂ. ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് വരെ സമസ്ത പറഞ്ഞ ആശയത്തിൽ അതിൽ നിന്ന് ആരൊക്കെ വ്യത്യസ്തമായി സ്വന്തം താല്പര്യങ്ങളെ കൊണ്ടുണ്ടാക്കിയോ അവരൊക്കെ പരാജയത്തെ സ്വീകരിച്ചിട്ടേയുള്ളൂ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളോളമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പുറത്താക്കപ്പെട്ട വിഭാഗം 40 അംഗ മുഷാവറ മെമ്പർമാരിൽ നിന്നുകൊണ്ട് പുറത്താക്കപ്പെട്ട 6 ആളുകൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംഘടനയുടെ പിന്നിലുള്ള രഹസ്യം പണ്ടേ സമസ്ത പറഞ്ഞു വരുന്ന കാര്യമായിരുന്നു. ഇവരുടെ പിന്നിൽ സമ്പത്താണ് അവരുടെ താല്പര്യം, അതിനാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന്. അതിന്റെ കഴിഞ്ഞ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഈ സമയം ഞാൻ കൊണ്ടുപോകുന്നില്ല. ജാബിർ ഹുദവി ഇവിടെ സന്നിഹിതനാണ്. വളരെ വ്യക്തമായി തന്നെ നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ പ്രദേശത്തെ മർക്കദു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനം അതിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60-ാം വാർഷിക സമ്മേളനത്തിലെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഇവരുടെ സാമ്പത്തികമായ തട്ടിപ്പ് ആരംഭിച്ചത്. അരീക്കാട് പള്ളിയുടെ പ്രശ്നത്തിന്റെ സാമ്പത്തിക തട്ടിപ്പ് നിലനിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോ 60-ാം വാർഷിക സമ്മേളനത്തിൽ 10 ലക്ഷത്തിലധികം ജനങ്ങൾ പങ്കെടുത്തു എന്ന മലയാള മനോരമ തന്നെ ബോധ്യപ്പെട്ട് എഴുതിയ സംഗതിയാണ്. ആ ചിത്രം അടർത്തി എടുത്തുകൊണ്ടാണ് മർക്കദ് സമ്മേളനത്തിൽ പങ്കെടുത്തവരാണ് എന്ന് പറഞ്ഞ് അറബിയിൽ ബുക്ക്ലെറ്റ് ഉണ്ടാക്കി വിദേശത്ത് സൗദികളെയും മറ്റു അറബികളെയും വഞ്ചിച്ചത്. പക്ഷെ ആ ഫോട്ടോ പ്രസിദ്ധീകരിച്ചപ്പോൾ കള്ള മുതൽ പിടിക്കാൻ അള്ളാഹു കൊടുത്തൊരു തെളിവായി കടല് അപ്പോഴും ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. അന്ന് മഹാനായ നാട്ടിക ഉസ്താദ് ചോദിച്ചു, അല്ല AP, മർക്കസ് കാരന്തൂർ മർക്കസ് എന്ന കോഴിക്കോട്ട് അറബിക്കടലിന്റെ തീരത്തേക്ക് വന്നത്, അതല്ല അറബിക്കടൽ എന്ന കാരന്തൂരിലേക്ക് വന്നത് എന്ന ചോദ്യമാണ് അന്ന് പ്രസക്തമായി ഉണ്ടായത്. തട്ടിപ്പ് അവിടെ മാത്രമല്ല, ഓരോ മാസത്തിലും 3000-ഓളം വരുന്ന ആളുകൾ
മർക്കസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നു.